ഹലോ. അപ്പോൾ ബ്ലാസ്റ്റ് കണ്ടു, അടിപൊളി പടം. ആക്ഷൻ കിങ് അർജുൻ എനിക്ക് നേരത്തെ തന്നെ ഇഷ്ടമാണ്. നൈസാണ് പുള്ളിക്കാരൻ്റെ പടങ്ങളൊക്കെ കാണാൻ, ഒട്ടും തന്നെ ബോറില്ല. അപ്പോൾ എന്തായാലും ബ്ലാസ്റ്റും അതുപോലെ ഇവിടെ അധികം ഇങ്ങനെ അത് ഭയങ്കര വലിയ വിജയമൊന്നും കാണുന്നില്ല. പക്ഷേ ഇനി അത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം പരക്കെ ഓരോരുത്തർ അറിഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. ആ ഒരു ഫിലിമിൻ്റെ ത്രൂ ഔട്ട് അത് പോകുന്ന ഒരു ടൈമിങ്ങും അതിൻ്റെ ഒരു ആക്ഷനും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ ഈ ഒരു സ്ത്രീകൾ എന്ന് പറയുന്ന അബലകളാണ്, അവരെ കൊണ്ട് ഒന്നിനും കഴിയില്ല. മീൻസ് ഒരു ഫൈറ്റൊക്കെ നേരിടേണ്ടി വന്നാൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർ തളർന്നു പോകും, അവരെ കൊണ്ട് കഴിയില്ല എന്നൊക്കെയുള്ള ഒരു ചിന്ത കാലാകാലങ്ങളിൽ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പെട്ടെന്നൊരു അറ്റാക്ക് നമ്മളെ കൊണ്ട് പറ്റില്ല, അയ്യോ ശക്തിയില്ല എന്നൊരു തോന്നൽ ഓൾറെഡി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ തളർന്നു പോകും. പക്ഷെ അല്ല, നമ്മളെ കൊണ്ട് പറ്റും, നമുക്ക് അതിനുള്ള ശക്തി ഉണ്ട്, കഴിവുണ്ട്, നമ്മളത് ചെയ്യും, ഫൈറ്റ് ചെയ്യും എന്ന് നമ്മൾ ഉറപ്പിച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജയിക്കും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മളെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ഫിലിം, ഇതിൻ്റെ ഒരു ചെറിയൊരു, ഞാനിത് കാണാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു ചെറിയ പാർട്ട് ശരിക്കും കുഞ്ഞൊരു ഭാഗം ഞാൻ ഇൻസ്റ്റയിൽ കണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു മെഡിക്കൽ ഷോപ്പിലെ രംഗമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ഫാർമസിസ്റ്റിൻ്റെ മനസ്സ് വേഗം ഒന്ന് വിമ്പി, എന്നാൽ പിന്നെ അതൊന്ന് കാണണമല്ലോ, എന്താണെന്നൊന്ന് അറിയണമല്ലോ. ആ ഒരു ഇതിലാണ് ശരിക്കും ഞാൻ ആ ഫിലിം കാണാൻ വേണ്ടി പോയത്. പക്ഷേ സംഭവം ഒട്ടും ബോറില്ല, ഒരു തരി പോലും ബോറില്ല. ഭയങ്കര നല്ല ട്വിസ്റ്റ് അത് അങ്ങനെ നല്ല രസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടങ്ങി ആ സിനിമ തീരണത് അറിഞ്ഞതേയില്ല. എന്താ പറയുക, ഇങ്ങനെ ഭയങ്കര രോമാഞ്ചം വരുന്ന രീതിയിൽ ആയിരുന്നു അതിൻ്റെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അടിപൊളിയാണ് എന്തൊക്കെ പറഞ്ഞാലും. എന്തായാലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടേണ്ട ഒരു ഫിലിം തന്നെയാണ്, അത് വേറെ കാര്യം. പിന്നെ അഭിരാമി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ അതിലത്തെ പിന്നെ പെൺകുട്ടി സർവ്വമായയിലെ ആ കുട്ടിയും നല്ല അടിപൊളിയാണ്. എന്തായാലും ഒരു ഫാമിലി ഒരു ഫിലിമും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ ഭയങ്കര രസമാണ്. അതിൽ പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് ക്യാച്ച് ചെയ്യാനുണ്ട്, നമുക്ക് കിട്ടാനുണ്ട്. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഉപകരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പടം കാണുന്നതുകൊണ്ട്, തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല, ഞാൻ എടുത്തു പറയുന്നു. അപ്പോൾ ബ്ലാസ്റ്റ് ആരും മിസ് ചെയ്യണ്ട, കിടിലൻ പടമാണ്, നല്ല രസമാണ് കാണാൻ, സൂപ്പറാണ്. നമ്മൾ ഈ പെൺകുട്ടികൾ അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവർക്കൊരു ഒരു ശക്തിയൊക്കെ പെട്ടെന്ന് വരും, എവിടുന്നോ കയറി ഒരു വലിയ ശക്തിയൊക്കെ വരും വീട്ടമ്മമാർക്കും, അല്ലേ? അതായത് ഹൗസ് വൈഫ് ആണെങ്കിലും അതുപോലെ തന്നെ വളർന്നു വരുന്ന പെൺകുട്ടികൾക്കാണെങ്കിലും ഒരു കിടിലം കോൺഫിഡൻറ്റും ശക്തിയും ഒക്കെ വരും. അതുകൊണ്ട് വർത്താണ്, എന്തായാലും നിങ്ങൾ പോയി കാണണം, ഈ ഫിലിം മിസ്സാക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ അഥവാ പോയി കാണാൻ പറ്റാത്തവരാണെങ്കിലും എപ്പോഴായാലും നിങ്ങൾ ഈ ബ്ലാസ്റ്റ് എന്ന മൂവി കാണേണ്ടതാണ്. അപ്പോൾ ശരി, ടാറ്റ.